സിറാജുൽ ഹുദ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി, കള്ള രജിസ്ട്രേഷൻ നടത്താൻ വേണ്ടി കള്ള ആധാരമുണ്ടാക്കിയവര് എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. പറയിപ്പിക്കണ്ട, ഇനിയും വേണമെങ്കിൽ വരും. എന്നിട്ട് ഈ വക കാര്യങ്ങളൊക്കെ പറയുമ്പോ നിങ്ങൾ എന്നിട്ട് നമ്മൾ നല്ല മറുപടി ജനങ്ങൾക്ക് കിട്ടുമ്പോ ജനങ്ങളോട് പറയാന്ത് അതൊക്കെ ഇവര് വെറുതെ പറയുന്നതാണ്. കാരണം മൗലവിമാരെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ നിങ്ങളോട് ഇങ്ങനെ നുണ പറയും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നാ പറയുന്നത്? മൗലവിമാർ ഇത്തരം CD ആയിട്ട് വരുമ്പോ നമ്മളുടെ CD ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ചലനം, ഏറ്റവും വലിയ പ്രചാരം, ആളുകൾക്കിടയിൽ ഉണ്ടാക്കുന്ന സ്വാധീനം പേരോടിന് നന്നായിട്ട് ബോധ്യമുണ്ട്. അതുകൊണ്ട് മൂപ്പര് ജനങ്ങളോട് നൽകുന്ന ഒരു ഉപദേശം കേട്ടോളൂ. മൗലവിമാരുടെ CD ആയിട്ട് വരുമ്പോ വലിച്ചൊരേറു കൊടുക്കണം എന്ന് ജനങ്ങളോട് ആഹ്വാനം. ആ പൂതി മനസ്സിലിരിക്കട്ടെ. എന്താ പൂതി എന്നറിയോ? കേട്ടോളൂ ആ പൂതി ഒന്ന്. ഈ കള്ള സീഡികളുമായി, കള്ള കാസറ്റുകളുമായി മുസ്ലിമീങ്ങളെ നിങ്ങളെ സമീപിക്കുമ്പോ നിങ്ങൾ അപ്പോൾ പറയണം, നിങ്ങളെ കളവിങ് കയറ്റണ്ട, നിങ്ങളെ കളവിങ്ങോട്ട് കൊണ്ടുവരണ്ട, കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ഈ മൗലവിമാരുടെ സീഡി വലിച്ചെറിയാൻ ഈമാനുള്ള മുസ്ലിമീങ്ങളെ തയ്യാറാകണം. കണ്ടോ എന്താ പൂതി അറിയോ? നല്ല പൂതിയാണ്. ഈമാനുള്ള മുസ്ലിമീങ്ങളെ തയ്യാറാകണം. എത്ര കരഞ്ഞിട്ടും പറഞ്ഞിട്ടും എന്താ? ജനം ഇത് കേൾക്കാതിരിക്കോ? ജനങ്ങൾ CD കാണാതിരിക്കോ, കേൾക്കാതിരിക്കോ? അങ്ങനെയൊന്നും പറഞ്ഞത് കൊണ്ട് രക്ഷല്ല. കാരണം ജനങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ കേട്ടതൊന്ന് വേറെയല്ലോ, ഇപ്പൊ ഇതിൽ കേൾക്കുമ്പോ വേറെയാണല്ലോ, പറഞ്ഞതൊന്ന് വേറെയാണല്ലോ, ഇതിലിപ്പോ കേൾക്കുമ്പോ അതുപോലെയൊന്നും അല്ലല്ലോ എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. കാരണം നിങ്ങൾ പറയണേ മൗലവിമാർക്ക് ഓരോരുത്തർക്കും ഓരോ മതം, ഒരു മൗലവി ഒന്ന് പറയും, മറ്റേ മൗലവി വേറൊന്ന് പറയും. എന്നാൽ അത് അപ്പുറത്തെ സ്വഭാവമാണ്. നിങ്ങൾക്കാണ് ഓരോരുത്തർക്കും ഓരോ മതം. ഓരോന്നോരോന്ന് ചോദിക്കട്ടെ, ഞാൻ വിവരിക്കും. ചിലത് മാത്രം പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന്, ഖുർആൻ പരിഭാഷയിൽ നിങ്ങളുടെ നിലപാടെന്താണ്? ഖുർആൻ പരിഭാഷപ്പെടുത്താമോ പെടുത്താൻ പാടില്ലേ? ഒരു കൂട്ടർ പറയുന്നു ഫാത്തിഹയുടെ പോലും അർത്ഥം പറയാൻ പാടില്ല. പഴയ കാലത്തുള്ള ആലിമീങ്ങള് ആയത്തുകൾ ഉദാഹരണമായിട്ട് വരുമ്പോ അർത്ഥം പറയാറില്ല. ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ പ്രത്യേകം സുന്നത്തില്ല എന്ന് വരെ എഴുതുന്നൊരു ഈ ഭാഗം. അതേ അവസരത്തിൽ തന്നെ അതാ വേറൊരു കൂട്ടർ അതൊക്കെ പഠിക്കണം, പരിഭാഷ വേണം എന്നൊരു കൂട്ടർ, പരിഭാഷ നിഷിദ്ധമെന്ന ഒരു കൂട്ടർ. നിങ്ങൾ ചോദിച്ചല്ലോ ആരുടെ അടുക്കലാണ് ജിബ്രീൽ ഇപ്പൊ വന്നത്, ആരുടെ ഓഫീസിലാണ് ജിബ്രീൽ വന്നത്? പരിഭാഷയെ പറ്റി നിങ്ങളുടെ മാനദണ്ഡം എന്താണ്? മാത്രമല്ല നഹ്സുകൾ, നിങ്ങൾ നഹ്സുകളെ സംബന്ധിച്ച് എന്താണ് നിങ്ങളുടെ വിശ്വാസം? ജനങ്ങൾക്കിടയിൽ നഹ്സുകൾ പ്രചരിപ്പിക്കുന്ന അഥവാ ദിവസങ്ങളെ ചീത്ത പറയുന്ന, ഓരോ ദിവസങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഇവർക്കുള്ളത്. നിങ്ങൾ നോക്കൂ, ദിവസങ്ങളെ ചീത്ത പറയുന്ന ഒരു ശൈലി നോക്കൂ. ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര, അത് വാങ്ങലും ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നൊടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. കണ്ടോ, അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നതാണോ ഈ ആശയം? ഇവര് പ്രചരിപ്പിക്കുകയാണ്. കല്യാണം നിശ്ചയിക്കാൻ ഒരുങ്ങുമ്പോ, അതുപോലെ തന്നെ പല കാര്യത്തിനും ഒരുങ്ങുമ്പോ ദിവസത്തിന്റെ ആദലക്ക് നഹ്സ് ശകുനം നോക്കുന്നൊരു പരിപാടി. ഏതൊക്കെ ദിവസമാണ് നല്ലത്, ഏതൊക്കെയാണ് ചീത്ത എന്ന് ഇവരങ്ങ് തീരുമാനിച്ചു പോയി. വസ്ത്രം വാങ്ങാൻ വേണ്ടി ഷോപ്പിലേക്ക് പോകുമ്പോൾ പോലും ഇവര് പഠിപ്പിക്കുന്ന മര്യാദ എന്താ പറഞ്ഞത്? ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദര, അത് വാങ്ങലും. ശനിയാഴ്ച ദിവസം നീ പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല, സ്വഗുണമുള്ളതല്ല സഹോദര, അത് വാങ്ങലും. എന്താ കാരണം? ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. ധരിക്കുന്ന സമയത്തൊക്കെ ജസദിന് അസുഖം വരും. ശനിയാഴ്ച മുണ്ടെടുത്താലേ അന്ന് അസുഖം വരും. ആകെ പ്രശ്നാണ്. തീർന്നില്ല. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നുടുക്കുന്നത്. ഞായറാഴ്ചയും ഔട്ടായി, ഞായറാഴ്ചയും പറ്റില്ല. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. ഇനി എന്താ നാശങ്ങൾ എന്ന് കേട്ടോളൂ. തീ വീണതായി നശിക്കേണ്ടതാണ് ആ മുണ്ട്, മോഷ്ടിച്ചുകൊണ്ട്
കൊണ്ടും പോകുവാനിടയുണ്ട്. അത് മാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ അമ്മെപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ. എന്റെ പൊന്നേ, നീ എങ്ങാനും അതങ്ങ് ധരിച്ചാൽ നിന്റെ മനക്ലേശം മാറില്ല കേട്ടോ. മനസ്സിലെപ്പോഴും ഹമ്മായിരിക്കും കേട്ടോ. മാത്രമല്ല തീ വീണതായി നശിക്കേണ്ടതാണുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. തീപിടുത്തമുണ്ടാകാൻ സാധ്യതയുണ്ട്, മോഷ്ടിച്ചു കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ചോദിക്കട്ടെ, ഇസ്ലാം ദീൻ അള്ളാഹുവിന്റെ റസൂല് പൂർത്തിയാക്കിയ ആ ഇസ്ലാം ദീന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത ആശയങ്ങളോടെ ഇസ്ലാം ദീൻ അള്ളാഹ് പൂർത്തിയാക്കിയില്ലേ? ആ ദീനിൽ എവിടെയാണ് ശനിയെ ഇങ്ങനെ പറഞ്ഞത്, ഞായറിനെ ഇങ്ങനെ പറഞ്ഞത്, ചൊവ്വയെ ഇങ്ങനെ പറഞ്ഞത്? ഈ തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഉണ്ടോ? എന്തൊക്കെ അഭിപ്രായങ്ങളാണ്! മാത്രമല്ല, നിങ്ങളിൽ ചിലർ പറയും അങ്ങനെയൊന്നും വിശ്വാസിക്ക് യോജിച്ചതല്ല. അങ്ങനെ ആ രൂപത്തിൽ വിശ്വസിക്കുന്നത് ഒരു കൂട്ടർ പറയുന്നു അതൊന്നും വിശ്വാസിക്ക് യോജിച്ചതല്ല. കേട്ടോളൂ, ഞാൻ നിങ്ങളെ പെട്ടെന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങളുടെ ഒരു മാസികയിൽ നിന്നാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. ചോദ്യം എന്താണ്? നഹ്സുകൾ അടിസ്ഥാനമാക്കിയാണ് പലരും സൽക്കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതും തീരുമാനിക്കുന്നതും. എന്താണ് ഈ നഹ്സുകൾ? ഇതിന് ഇസ്ലാമിൽ വല്ല തെളിവുമുണ്ടോ? ഉണ്ടെങ്കിൽ കിതാബുകൾ സഹിതം വിശദീകരിക്കാമോ? ഉത്തരം കേട്ടോളൂ. നഹ്സുകൾ അടിസ്ഥാനമാക്കി നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഇസ്ലാമിലില്ല. മാത്രവുമല്ല, അങ്ങനെ നഹ്സുകൾ നോക്കി പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ മേൽ ഭാരമേൽപ്പിച്ച് ജീവിക്കുന്ന വിശ്വാസിക്ക് യോജിച്ചതുമല്ല. അപ്പൊ എന്താ പറഞ്ഞത്? ഭാരം തന്നെ ഇതിൽ കേട്ടോ. ഞാൻ അധികമൊന്നും വായിച്ചതല്ല. അപ്പോ ആ നിലക്ക് നഹ്സിനെ എതിർക്കുന്ന ഒരു കൂട്ടർ. ഓരോരുത്തർക്കും ഓരോ മതം, ഓരോരുത്തർക്കും ഓരോ മതം. ഇനി നിങ്ങൾ നോക്കൂ, കലണ്ടറുകളിൽ കാണുന്നു ഇപ്പൊ നഹ്സിനെ അങ്ങനെ പറഞ്ഞു. ഇനി നിങ്ങൾ നോക്കൂ, മർക്കസിന്റെ കലണ്ടറാണിത്. ആ കലണ്ടറിൽ അതാ ഓരോ ദിവസവും അതാ നഹ്സുകളെ പറ്റി ഓരോ മാസത്തിലെയും റിപ്പോർട്ട്. റമളാൻ മാസത്തിൽ നഹ്സ് എന്ന് എഴുതിയത് കണ്ടോ? മർക്കസിന്റെ കലണ്ടറിൽ കണ്ടോ? എന്താ പറയുന്നത്? റമളാൻ 3, 5, 11, 13, 16, 21, 24, 25, 27, 30 റമളാന്റെ ദിവസങ്ങൾ നഹ്സാ കേട്ടത്. ഒടുവിലത്തെ ബുധൻ. ഇനിയോ ദുൽഹജ്ജ് മാസം. ദുൽഹജ്ജ് മാസത്തെ സംബന്ധിച്ചും ഇതിൽ ആ നിലക്ക് തന്നെ ചില ഡേറ്റുകളുണ്ട്. അതേ അവസരത്തിൽ അതാ പെട്ടിപ്പടിയിലെ അല്ലെങ്കിൽ മുട്ടിപ്പടിയിലെ മഅ്ദിൻകാരുടെ സലാത്തുകാരുടെ ആ കലണ്ടറിൽ എന്താ പറയുന്നതെന്നോ? ദുൽഹജ്ജ് മാസത്തിൽ അതാ മുസ്ലിമീങ്ങൾ ഏറെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുൽഹജ്ജ് മാസത്തിലെ 10 ബലിപെരുന്നാൾ നടക്കുന്ന ആ ദുൽഹജ്ജിലെ 10 അതും ഇവർക്ക് നഹ്സാണ്. നഹ്സുകളുടെ കൂട്ടത്തിലാണ് അതും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഓരോ ദിവസങ്ങള് ആ നിലക്ക് ഇങ്ങനെ മാറ്റിവെച്ച് ഈ രൂപത്തിൽ. അതുപോലെ ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചില്ലേ, ഒരു ഇബ്നു ഉമറുൽ ഖാദി എന്ന പേരിൽ അറിയപ്പെടുന്ന സൈനുദ്ദീൻ മുസ്ലിയാർ ഇബ്നു ഉമറുൽ ഖാദി എന്ന പേരിലുള്ള ഒരാളുടെ ആ മജ്മൂ ഷിഫ എന്നുള്ള പുസ്തകത്തിൽ ഇതിൽ എന്തൊക്കെയാ എഴുതിവിട്ടിട്ടുള്ളത്. ഓരോ ദിവസത്തെ സംബന്ധിച്ചും ഇതിലും ധാരാളം പറയുന്നുണ്ട്. അതിലൊക്കെ കൂടി വായിക്കാൻ നിന്നാൽ നേരം ഒരുപാട് വൈകും. എത്ര നിങ്ങൾ മാറ്റി, ഓരോരുത്തർക്കും ഓരോ മതം. നിങ്ങൾക്ക് എന്താ അതിനെ സംബന്ധിച്ചുള്ള തീരുമാനം? മദ്രസ സമ്പ്രദായം നിങ്ങൾ മുമ്പ് എതിർത്തതല്ലേ? ഇപ്പോഴോ എത്ര മദ്രസയാ നിങ്ങൾക്ക്? മദ്രസയെ നിങ്ങൾ എതിർത്തിട്ടില്ലേ? ഇപ്പോഴോ ഇപ്പൊ മദ്രസയുമുണ്ട്. ഇംഗ്ലീഷോ അത് നരകത്തിലെ ഭാഷയായിരുന്നു മുമ്പ്. ഇപ്പോഴോ ഇപ്പൊ ഭാഷയൊക്കെ പോയി. ഖുത്ബ പരിഭാഷ എന്താ നിങ്ങളുടെ അഭിപ്രായം? പണ്ടെന്തായിരുന്നു? കേരളത്തിലെ പല പള്ളികളിലും അത് ഹലാലായിരുന്നു. ഖുത്ബ പരിഭാഷ കേരളത്തിലെ പല പള്ളികളിലും നടന്നു. പിന്നെ മാറ്റി തെളിവുകളും പ്രമാണങ്ങളും ഒക്കെ കിട്ടി എന്ന് വന്നപ്പോ മാറ്റി എന്നാണ് നിങ്ങളുടെ നേതാവ് തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. എന്തേ പുതിയതായി നിങ്ങൾ ചോദിച്ചില്ലേ? മുർമൗലവിയുടെ ഓഫീസിൽ ജിബ്രീൽ വന്നിരുന്നോ? സലഫിയുടെ ഷാർജയിലെ ഓഫീസിൽ ജിബ്രീൽ വന്നിരുന്നോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ട്. തിരിച്ചു ചോദിക്കട്ടെ, ഇവർക്കെന്നാ ജിബ്രീൽ വന്നത്? എന്നാ ഈ നിയമമൊക്കെ മാറ്റിയത്? മാത്രമല്ല
നിങ്ങൾ പറഞ്ഞു ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഒരാൾ പറയുന്നു അവിടെ മാത്രം എന്ന അർത്ഥം ഇല്ല, അത് സങ്കല്പിച്ചതാണ്, വിമർശകന്മാർ സങ്കല്പിച്ചുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞു. ഒരു കൂട്ടർ അങ്ങനെ, വേറൊരു കൂട്ടരോ ഇയ്യാക നഅ്ബുദു എന്നതിന് അർത്ഥം കൊടുക്കുമ്പോ നിന്നെ മാത്രം എന്നർത്ഥം നൽകുന്നു.